ചെയ്യാനാവുമോ? അദ്ദേഹം ഒരു നിമിഷത്തേക്ക് സംശയിച്ചു. ഒടുവിൽ രാമൻ പറഞ്ഞു, യുദ്ധം ഒഴിവാക്കിക്കൂടാ. ലക്ഷ്മണനെയും കൂട്ടിച്ചെല്ലൂ. രാമന്റെ അടുത്തേക്ക് ഓടിപ്പോയവർ വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ വരണമെന്നായിരുന്നു രാമൻ കൽപ്പിക്കുകയുണ്ടായി. ആ 2 കുട്ടികളെയും ഇവിടെ കൊണ്ടുവരൂ. അവർ ആശ്രമത്തിൽ നിന്നായതുകൊണ്ട് ഒരു നിലയിലും മരണമർഹിക്കുന്നില്ല. മികച്ച സൈന്യത്തോടുകൂടി ലക്ഷ്മണൻ മുന്നോട്ടു നീങ്ങി. ഈ യുദ്ധം നടന്നിടത്തേക്ക് അദ്ദേഹം എത്തി. രണശൂരന്മാരായ ഭടന്മാർ ബോധം കെട്ട് വീണുകിടക്കുന്നത് അദ്ദേഹം കണ്ടു. ആ മുനികുമാരന്മാരുടെ അധികാരത്തിൽ അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം അവരെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു: കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾ ബ്രാഹ്മണകുമാരന്മാരാണ്. നിങ്ങളുമായി യുദ്ധം ചെയ്യുന്നത് ഞങ്ങൾക്ക് ആപൽക്കരമാണ്. അത് ശാസ്ത്രോക്തികൾക്ക് വിരുദ്ധവുമാണ്. എന്റെ കൺമുന്നിൽ നിന്ന് പൊയ്ക്കൊള്ളൂ. കുശലവന്മാർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഈ വാക്കുകൾ സ്വാഗതം ചെയ്തത്. ഓ ധീരനായ സേനാപതേ, അങ്ങയുടെ സഹോദരൻ എന്ത് സംഭവിച്ചു എന്ന് നോക്കൂ. ക്ഷണം പോയി അങ്ങയുടെ ഗുഹത്തിൽ അഭയം തേടിക്കൊള്ളൂ. ലക്ഷ്മണൻ ഇതുകേട്ട് ബോധരഹിതനായി വീണുകിടക്കുന്ന ശത്രുഘ്നനെ ഒന്നൂ നോക്കിയിട്ട് അമ്പും വില്ലും കൈയിലെടുത്തു. എന്നാൽ മുനികുമാരന്മാരുമായി യുദ്ധം ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്ന് അദ്ദേഹം പിന്നെയും സംശയിച്ചു. അദ്ദേഹം കുട്ടികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. കുട്ടികളെ, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് കാരണബുദ്ധിയില്ല. നിങ്ങൾ വെറും കുട്ടികളാണ്. നിങ്ങളുമായി യുദ്ധം ചെയ്തിട്ട് യാതൊരു ലാഭവുമില്ല. പോകൂ, ഈ സാഹസകൃത്യത്തിന് നിങ്ങൾക്ക് പിൻബലം തരുന്നവരെ കൂട്ടിക്കൊണ്ടുവരൂ. ഇപ്രകാരം ലക്ഷ്മണൻ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം തീരെ ശ്രദ്ധിക്കാതെ കുശൻ അദ്ദേഹത്തിന്റെ നേരെ ഒരു അമ്പയച്ചു. അതിന്റെ പ്രയോഗഫലമായി ഭൂമി കുലുങ്ങി. ശരം ആകാശത്തിലാകമാനം പരന്നു. സൂര്യൻ പോലും മങ്ങിപ്പോകുന്ന തരത്തിലായിരുന്നു അതിന്റെ തേജസ്. ലവകുശന്മാരുടെ പരാക്രമം തടുക്കാൻ സാധിക്കാതെ ലക്ഷ്മണൻ അത്യന്തം ക്രുദ്ധനായി. അമിതമായ ബലം ഉപയോഗിച്ച് അവരെ അദ്ദേഹം ആക്രമിച്ചു. അദ്ദേഹം രഥം അവരുടെ മുമ്പിൽ നിർത്തി അവരെ തെല്ലും ഭയപ്പെടാതെ ആക്രമണം തുടർന്നു. ആ കൊച്ചു സഹോദരന്മാർ അദ്ദേഹത്തിന്റെ അസ്ത്രങ്ങളെ നുറുക്കിക്കളഞ്ഞു. അവർ പല പുതിയ തന്ത്രങ്ങളും ഉപയോഗിച്ച് അത്ഭുതകരമായ രീതിയിൽ യുദ്ധം തുടർന്നു. ലക്ഷ്മണൻ തന്റെ ഗദ അവരുടെ നേരെ എറിഞ്ഞു. അത് കുശൻ കൊണ്ടു. അവന് കഠിനവേദനയുണ്ടായി. അവൻ നിലത്തുവീണ് ഉരുണ്ടു. ഇതുകണ്ട് ലവൻ അത്യന്തം രോഷാകുലനായിത്തീർന്നു. ഒരസ്ത്രം ലക്ഷ്മണന്റെ വക്ഷസിനു നേരെ വിട്ടു. അത് നേരെ ചെന്നു തറച്ചുവെങ്കിലും കൂടുതൽ ശക്തനായതുകൊണ്ട് വീണില്ല. ലവൻ അദ്ദേഹത്തിന്മേൽ ചാടി വീണു. അവർ തമ്മിൽ മുഷ്ടിയുദ്ധമാണ് പിന്നെ നടന്നത്. ആ യുദ്ധം ആരുമാരും ജയിക്കാതെ സമനിലയിൽ നിന്നു. മുഷ്ടിയുദ്ധത്തിൽ പ്രയോഗിക്കപ്പെടുന്ന എല്ലാ അടവുകളും തന്ത്രങ്ങളും ഇരുവരും പ്രയോഗിച്ചു. സർവശക്തിയുമുപയോഗിച്ച് അവർ പൊരുതി. ലവൻ തന്റെ ഇടിമുഴക്കം പോലെയുള്ള ഈട്ടികൊണ്ട് ലക്ഷ്മണനെ ചതച്ചു. ലക്ഷ്മണൻ വേദനയോടെ അതെല്ലാം സഹിച്ചു. ആ കൊച്ചുകുട്ടിയുടെ കായശേഷിയും സമരവൈദഗ്ധ്യവും വിലയിരുത്തി. ഈ ഘട്ടത്തിൽ ലക്ഷ്മണൻ രാമനാമം ഉച്ചരിച്ചുകൊണ്ട് കുശന്റെ നേരെ ഒരസ്ത്രം തൊടുത്തുവിട്ടു. എഴുന്നേറ്റുനിന്ന കുശൻ അതേറ്റു വീണ്ടും ബോധം കെട്ട് നിലത്തു വീണു. അവൻ വീഴുമ്പോൾ വാൽമീകിയെയും സീതയെയും സ്മരിച്ചു. അതിന്റെ ഫലമായി അവൻ വേഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞു. അവൻ തന്റെ അമ്പും വില്ലുമെടുത്ത് ലക്ഷ്മണനെ ആക്രമിച്ചു. ആ ത സ്വരചിഹ്നം, ഈ ന സ്വരചിഹ്നം, ഈ ഷ ഒഭവും ആഗ്നേയവുമായ ഒരമ്പ് ലക്ഷ്മണന്റെ നേരെ പ്രയോഗിച്ചു. ലക്ഷ്മണൻ മേഘനാഥനെതിരായി പ്രയോഗിച്ച അസ്ത്രം ഇതിനെതിരായി അയച്ചുവെങ്കിലും അത് കുട്ടികൾക്ക് ഉപദ്രവം ചെയ്തില്ല. കുട്ടി അത് ഛേദിച്ച് കഷ്ണങ്ങളാക്കി നിലത്തിട്ടു. ലക്ഷ്മണൻ തന്നോട് തന്നെ പറഞ്ഞു, സീതയെ നാടുകടത്തിയതിൽ പിന്നീടാണ് എനിക്ക് ഈ ആപത്തുകളെല്ലാം സംഭവിക്കുന്നത്. ഈ ശരീരമുപേക്ഷിക്കുന്നതുവരെ എനിക്കൊരിക്കലും സമാധാനമുണ്ടാവുകയില്ല. ഉടനെ കുശൻ വാൽമീകി അഭ്യസിപ്പിച്ച ബ്രഹ്മാസ്ത്രം വില്ലിൽ തൊടുത്തു. അത് മുക്തമാവുമെന്ന് കണ്ട 3 ലോകവും ഭയം കൊണ്ട് വിറച്ചു. അവനത് ലക്ഷ്മണന്റെ ഹൃദയം ലക്ഷ്യമാക്കി തൊടുത്തു. അതേറ്റു ലക്ഷ്മണൻ ബോധരഹിതനായി നിലംപതിച്ചു. ദൂതന്മാർ ഈ വാർത്ത രാമനെ അറിയിച്ചു. ഭരതൻ ദുഃഖമഗ്നനായി. അദ്ദേഹം കൈകൂപ്പി രാമന്റെ മുമ്പിൽ നിന്നു. അദ്ദേഹം പറഞ്ഞു, സ്വാമി, സീതാമാതാവിനെ നാടുകടത്തിയതിന്റെ ഫലമാണ് നാമിപ്പോൾ അനുഭവിക്കുന്നത്. രാമൻ സഹോദരനോട് പറഞ്ഞു, എന്ത്? നീ യുദ്ധം ചെയ്യുന്നതിൽ ഭയപ്പെട്ടുകൊണ്ടാണോ ഈ തന്ത്രം ഉപയോഗിക്കുന്നത്? ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ യുദ്ധരംഗത്തേക്ക് പോകാം. രഥം കൊണ്ടുവരൂ. യാഗത്തിന്റെ ഇനിയുള്ള ചടങ്ങുകൾ മാറ്റിവെക്കൂ. ഞാൻ പോയി കുട്ടികളുടെ പൂർവ്വവൃത്താന്തം മനസ്സിലാക്കാം. സഹോദര, നമ്മുടെ മുമ്പത്തെ സഹായികൾക്കും മിത്രങ്ങൾക്കും വിവരമയക്കൂ. ഹനുമാനെ പടക്കളത്തിലേക്ക് വരുത്തൂ. അനന്തരം രാമൻ യുദ്ധം നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെയുള്ള രക്തപ്രവാഹം കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അതേസമയം അജയരായ കുശനും ലവനും അവിടെയെത്തി. ഹനുമാനെ പടക്കളത്തിലേക്ക് നയിച്ചിരുന്ന വാനരന്മാർ ഭയചകിതരായി.
എന്നാൽ ഹനുമാൻ ആ കൊച്ചു സഹോദരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, കുട്ടികളെ, നിങ്ങളെപ്പോലെയുള്ള മഹാവീരന്മാർക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കന്മാർ യഥാർത്ഥത്തിൽ അനുഗ്രഹീതരാണ്. കുശൻ പറഞ്ഞു, ഹേ വാനര, യുദ്ധത്തിൽ ഞങ്ങളെ നേരിടാൻ കരുത്തില്ലെങ്കിൽ തിരിച്ചുപോകൂ. വിഡ്ഢിത്തം പറയണ്ട. ഇത് കേട്ട് ഭരതന് വല്ലാത്ത ക്രോധം വന്നു. അദ്ദേഹം തന്റെ ഭടന്മാരോട് വിളിച്ചു പറഞ്ഞു, ശരി, നിങ്ങളുടെ ആയുധങ്ങൾ പ്രയോഗിക്കൂ. ഇതു പറഞ്ഞപ്പോൾ വാനരന്മാർ അവരുടെ നേരെ മരങ്ങളും പാറകളും ശിഖരങ്ങളും എറിഞ്ഞു. ലവൻ ഒരൊറ്റ ശരം കൊണ്ട് അവയെ മുഴുവൻ ഛിന്നഭിന്നമാക്കി. അല്പസമയത്തിനുള്ളിൽ രാമന്റെ സൈന്യം മുഴുവൻ ചിതറി പലായനം ചെയ്തു. യുദ്ധക്കളം രക്തക്കളമായി. എല്ലാവരും മൃതടഞ്ഞു. ഒടുവിൽ ഭരതനും ബോധമറ്റു വീണു. അപ്പോൾ രാമൻ യുദ്ധരംഗത്തെത്തി. അദ്ദേഹം ക്രോധതാമ്രാക്ഷനായിരുന്നു. വലിയൊരു സൈന്യവും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. അദ്ദേഹം ആ 2 കുട്ടികളെയും കണ്ടു. അവരുടെ നേർക്കയക്കാതെ അദ്ദേഹം അവരെ അടുപ്പത്തു വരുത്തി. എന്നിട്ട് ചോദിച്ചു, കുട്ടികളെ, നിങ്ങളുടെ മാതാപിതാക്കൾ ആരാണ്? അവരെവിടെയാണ് താമസിക്കുന്നത്? നിങ്ങളുടെ പേരെന്താണ്? ലവൻ ചോദിച്ചു, അല്ലയോ രാജാവേ, ഈ അന്വേഷണങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? നിങ്ങൾ സഹോദരന്മാർക്കും ഈ ഒരേ പെരുമാറ്റശീലമാണുള്ളതെന്നു തോന്നുന്നു. വരൂ, അമ്പും വില്ലുമെടുത്ത് യുദ്ധം ചെയ്യൂ. മാതാപിതാക്കളെപ്പറ്റിയും ജനദേശത്തെപ്പറ്റിയുമെല്ലാം ഉള്ള ഈ ശല്യപ്പെടുത്തൽ എന്തിനാണ്? വിവാഹകാര്യങ്ങളെ സംബന്ധിച്ച ആലോചനകളൊന്നുമല്ലല്ലോ ഇത്. ഇതു ഗൗരവമുള്ള കാര്യമാണ്. രാമൻ നിർബന്ധമായി പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ തീരെ ചെറിയ കുട്ടികൾ. നിങ്ങളുടെ പേരും ഗോത്രവും അറിയുന്നതുവരെ ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല. രാജാവേ, ഞങ്ങളുടെ മാതാവ് ജനകചക്രവർത്തിയുടെ പുത്രിയാണ്. വാത്മീകി മഹർഷിയാണ് ജാനകിയെ പോറ്റി വളർത്തുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛന്റെ പേരറിഞ്ഞുകൂടാ. ഏത് ഗോത്രത്തിൽപ്പെട്ടവരാണെന്നും ഞങ്ങൾക്കറിയില്ല. കുശൻ എന്നും ലവൻ എന്നുമാണ് ഞങ്ങളുടെ പേര്. ഞങ്ങൾ വനത്തിൽ താമസിക്കുന്നു. അവർ പറഞ്ഞു. അവർ തന്റെ മക്കളാണെന്ന് അപ്പോൾ മാത്രം മനസ്സിലായതുപോലെ രാമൻ അഭിനയിച്ചു. എന്നിട്ടു പറഞ്ഞു, എന്റെ പിന്നിൽ വരുന്ന സൈന്യത്തോട് പൊരുതുവിൻ. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബോധമറ്റു കിടന്നിരുന്ന അംഗദൻ, ജാംബവാൻ, ഹനുമാൻ എന്നിവരെയും ബാക്കിയുള്ളവരെയും എഴുന്നേൽപ്പിച്ചു. ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും അദ്ദേഹം എഴുന്നേൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ അവർക്കെല്ലാം പിന്നീട് വരുന്ന സംഭവങ്ങൾ കാണാനിടവരുത്തി. അനന്തരം അദ്ദേഹം ഭടന്മാരെ അഭിസംബോധന ചെയ്തു. സൈന്യത്തിലെ യോദ്ധാക്കളെ, കീർത്തിയും അന്തസ്സും നിലനിർത്തുന്നതിനും പ്രബലപ്പെടുത്തുന്നതിനും പൊരുതുവിൻ. അങ്ങനെ യുദ്ധം വീണ്ടും തുടങ്ങിയപ്പോൾ കുട്ടികളുടെ അമ്പും വില്ലുകൊണ്ടുള്ള പരാക്രമവും മേത്തരമായ വൈദഗ്ധ്യവും ധീരതയും അദ്ദേഹം അത്യന്തം സന്തോഷത്തോടുകൂടി നോക്കിക്കണ്ടു. വാനരവീരന്മാർ കുട്ടികളെ കീഴടക്കുന്നതിനായി യാതൊരു മാർഗവും കണ്ടില്ല. 14 ലോകങ്ങളിലുള്ള യാതൊരാൾക്കും ആ കുട്ടികളുടെ മേൽ വിജയം സിദ്ധിക്കുകയില്ലെന്നും അവർ അന്യോന്യം പറഞ്ഞു. കൂടുതലൊന്നും പറയാനോ ചെയ്യാനോ അവർക്ക് കഴിഞ്ഞില്ല. ആ ഘട്ടത്തിൽ കുശൻ രാമനെ ആക്രമിച്ചു. ഇതിന്റെ ആഘാതം രാമനെ ബോധരഹിതനാക്കി. അദ്ദേഹം നിലത്തു വീണു. രഥത്തിന്മേലും കുതിരകളുടെ ദേഹത്തിന്മേലുമുണ്ടായിരുന്ന അലങ്കാരക്കയറുകളും മാലകളുമെല്ലാം കുശൻ വലിച്ചുപൊട്ടിച്ചു. ആ 2 സഹോദരന്മാരും ഹനുമാനെ അവയൊന്നിച്ചു ബന്ധിക്കുകയും ചെയ്തു. അവർ ഹനുമാനെ കയറിന്റെ തലയ്ക്കുകെട്ടി വീട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോയി. വർണ്ണോജ്വലങ്ങളായ വസ്ത്രങ്ങളും അലങ്കാരവസ്തുക്കളും അണിഞ്ഞ മറ്റു വാനരന്മാരെയും കൂട്ടി അവർ ഒന്നിച്ചുകൊണ്ടുപോയി. അവർ പിടിച്ചെടുത്ത് പ്രദർശിപ്പിച്ച വസ്തുക്കൾ യാഗശാലയും പെട്ടിരുന്നു. ഇവയെല്ലാമായി അവർ അമ്മ ജാനകിയെ സമീപിച്ചു. അമ്മയുടെ മുമ്പിൽ നമസ്കരിച്ചു. യുദ്ധത്തിൽ പിടിച്ചെടുത്ത വസ്തുക്കൾ ആദരപൂർവ്വം അവർക്ക് കാഴ്ചയായി സമർപ്പിക്കുകയും ചെയ്തു. 32 സുധാമത്തിലേക്ക് വാനരന്മാരെയും മറ്റുള്ളവരെയും അവരുടെ വസ്ത്രധാരണരീതിയും അലങ്കാരരീതിയും കണ്ട് ജാനകി അമ്പരന്നുപോയി. ആ ഘട്ടത്തിൽ വാൽമീകി മഹർഷി ഉത്കണ്ഠാദരിതനായി അവിടെയെത്തി. അദ്ദേഹം സംഭവങ്ങളെല്ലാം സീതയുടെ മുമ്പിൽ വിവരിച്ചു. അദ്ദേഹം ഹനുമാന്റെയും ജാംബവാന്റെയും മറ്റുള്ളവരുടെയും കെട്ടഴിച്ച് അവരെ സ്വതന്ത്രരാക്കി. എന്നിട്ട് ഖേദപൂർവ്വം പറഞ്ഞു, കുട്ടികളെ, നിങ്ങളെന്താണീ ചെയ്തത്? രാമനെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും നിലത്ത് വീഴ്ത്തിയിട്ടാണല്ലോ നിങ്ങളിങ്ങോട്ട് പോന്നത്. ഇത് കേട്ട് സീത ഞെട്ടിപ്പോയി. അവർ പറഞ്ഞു, കഷ്ടം, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കാരണം വംശം തന്നെ കളങ്കിതമായല്ലോ. താമസിക്കണ്ട, എന്റെ സതീവ്രതാനുഷ്ഠാനത്തിനു വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്യൂ. ഞാൻ വ്രതമനുഷ്ഠിക്കട്ടെ. എനിക്കിനി ജീവിക്കാൻ സാധിക്കുകയില്ല. ഒരുക്കങ്ങൾ തിരക്കിട്ട് ചെയ്യാൻ അവർ അഭ്യർത്ഥിച്ചു. വാൽമീകി മഹർഷി അവരെ സാന്ത്വനപ്പെടുത്തി. അവരിൽ ധൈര്യം പകർന്നു. അനന്തരം അദ്ദേഹം കുശലവന്മാരോടൊപ്പം പടക്കളത്തിലേക്ക് പോയി. അവിടുത്തെ കാഴ്ച കണ്ട് അദ്ദേഹം അന്തം വിട്ടു. അദ്ദേഹം രാമന്റെ തേരും കുതിരകളെയും തിരിച്ചറിഞ്ഞു. രാമനെയും കണ്ടു. മഹർഷി രാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു.
രാമൻ ഒരു നിമിഷം കൊണ്ട് എഴുന്നേറ്റിരുന്നു. കുശനും ലവനും അദ്ദേഹത്തിനെതിരെ നിൽക്കുകയായിരുന്നു. വാൽമീകി രാമനെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു: പ്രഭോ, എന്റെ ജീവിതം സഫലമായി. ഞാനത്രമാത്രം അനുഗൃഹീതനാണ്. അനന്തരം ലക്ഷ്മണൻ സീതയെ കാട്ടിൽ ഒറ്റയ്ക്ക് വിട്ടിട്ടുപോയതും സീത തന്റെ ആശ്രമത്തിൽ താമസിച്ചുവന്നതും അവിടെ കുശലവന്മാർ ജനിച്ചതുമെല്ലാം അദ്ദേഹം വിവരിച്ചു. അദ്ദേഹം പറഞ്ഞു: പ്രഭോ, കുശനും ലവനും അങ്ങയുടെ മക്കളാണ്. പഞ്ചഭൂതങ്ങൾ എനിക്ക് സാക്ഷിയായിരിക്കട്ടെ. കുശനും ലവനും അങ്ങയുടെ പുത്രന്മാരാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ വാക്കുകൾ കേട്ട് രാമൻ കുട്ടികളെ വാരിപ്പുണർന്നു. ശിരസിൽ നീലംപതിച്ചിരുന്ന വാനരന്മാരും യോദ്ധാക്കളും രാമന്റെ കാരുണ്യത്താൽ എഴുന്നേറ്റു. ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും കുട്ടികളെ ലാളിച്ചു. സീതാസമീപം ലക്ഷ്മണൻ തിരക്കിട്ടുപോയി. തന്റെ പ്രതിജ്ഞയെപ്പറ്റി സീത ചെയ്യാനുദ്ദേശിക്കുന്നതെന്താണെന്ന് അറിയണമെന്നും രാമൻ ലക്ഷ്മണനോട് നിർദ്ദേശിച്ചിരുന്നു. സീതയെ സമീപിച്ച അദ്ദേഹം അവരുടെ പാദങ്ങളിൽ പ്രണമിച്ചു. രാമന്റെ അഭിഷ്ടം അതാണെങ്കിൽ സീത ആ പ്രതിജ്ഞ നിറവേറ്റാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ലക്ഷ്മണനെ അനുഗമിച്ച് ദേവി രാമസന്നിധിയിലെത്തി. അവിടെയുണ്ടായിരുന്ന ആളുകളെ കണ്ട് സീത ഈ സത്യപ്രസ്താവത്തിൽ പോലും മനസ്സിലും സംസാരത്തിലും ശരീരത്തിലും പ്രവൃത്തിയിലും രാമനെയല്ലാതെ മറ്റാരെയും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. അമ്മേ, ഭൂമിദേവി ഈ മകളെ നിന്നിൽ ലയിപ്പിച്ചാലും. പെട്ടെന്നെ ഒരു മുഴക്കത്തോടെ സീത നിന്നയിടത്തെ ഭൂമി പിളർന്നു. ആ കിടങ്ങിൽ നിന്നും ഭൂമിദേവി ഉപവിഷ്ടയായ ദിവ്യസിംഹാസനം ഉയർന്നുവന്നു. ദേവി ഉപരിതലത്തെത്തിയതോടെ കൈനീട്ടി ജാനകിയെ പിടിച്ചുമയർത്തി. ഭൂമാതാ അരുളി: അല്ലയോ ജാനകി, ജനിച്ച മുതൽ ഇന്നുവരെ വ്യസനിക്കാതെ നിന്റെ ഒരു ദിവസമോ പോലും കടന്നുപോയിട്ടില്ല. നീയെന്നും കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു. വരൂ, എന്റെ സമീപം സുഖമായിരിക്കൂ. അടുത്തക്ഷണത്തിൽ ഇരുവരും അപ്രത്യക്ഷരായി. സീതയുടെ പ്രഭാവം 3 ലോകങ്ങളിലും പരന്നു. ലക്ഷ്മണനും മറ്റുള്ളവരും ഇത് വ്യക്തമായി കാണുകയുണ്ടായി. അവർ കണ്ണുനീർ വാർത്തു. രാമൻ ദുഃഖിതന്റെ ഭാഗം അഭിനയിച്ചു. രാമൻ ചിന്തിച്ചു: എന്റെ അഭിലാഷത്തിനനുസരിച്ച് ജാനകി പോയി. എന്റെ പദ്ധതികൾക്കനുസരിച്ച് മാത്രമേ ദേവി എപ്പോഴും നീങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ നാം സ്വധാമമായ വൈകുണ്ഠത്തിലേക്ക് പോകണം. പക്ഷേ മറ്റുള്ളവർക്ക് രാമൻ ദുഃഖിതനായി കാണപ്പെട്ടു. വേഗന്നെ രാമൻ സഹോദരന്മാരോടും പുത്രന്മാരോടും ഒന്നിച്ച് തലസ്ഥാന നഗരിയിലേക്ക് പോയി. നിർദ്ദിഷ്ട പദ്ധതി അനുസരിച്ച് യാഗത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നിർവഹിക്കപ്പെട്ടു. ധർമ്മശാസ്ത്രസമ്മതമായ 16 വസ്തുക്കൾ അവിടെ വിതരണം ചെയ്തു. ജനകചക്രവർത്തിയെ രാമൻ യഥായോഗ്യം ആദരിച്ച് തന്റെ പുത്രന്മാരെ അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. പൗത്രന്മാരെ കണ്ടപ്പോൾ അദ്ദേഹം അതീവ സന്തുഷ്ടനായി. വിജ്ഞാനപൂർണനായിരുന്നതുകൊണ്ടും സീതയുടെ ദിവ്യത്വം ദിവ്യസൃഷ്ടിയിൽ കൂടി അറിഞ്ഞതുകൊണ്ടും കഴിഞ്ഞ സംഭവങ്ങളിൽ ജനകന് അത്ഭുതമോ അമ്പരപ്പോ ഉത്കണ്ഠയോ അസമ്മതമോ ഒന്നും പ്രദർശിപ്പിച്ചില്ല. സംഭവിക്കേണ്ടത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും ഒരു മാറ്റവും ഉണ്ടായില്ല. മറിച്ച് ഇതെല്ലാം അനുഭവിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് സിദ്ധിച്ചു. ജനകൻ അത്യന്തം ആനന്ദത്തോടുകൂടി മിഥിലയിലേക്ക് മടങ്ങി. രാമനയച്ച സന്ദേശത്തിനനുസരിച്ച് ഗുരുഭൂതന്മാരും ബ്രാഹ്മണരും അദ്ദേഹത്തിന്റെ സന്നിധിയിലെത്തി യാഗം ദർശിച്ചിരുന്നു. ഈ യജ്ഞം കാണാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ എല്ലാവരും സന്തുഷ്ടരായി. അവർ രാമനോട് യാത്രാനുമതി നേടി പൂർണ്ണതൃപ്തിയോടെ ഗൃഹത്തിലേക്ക് മടങ്ങി. രാമൻ പുത്രന്മാരെ വിളിച്ച് സാമ്രാജ്യഭരണം നടത്തുന്ന മാർഗ്ഗങ്ങളെയും രീതികളെയും സംബന്ധിച്ച് അമൂല്യമായ ഉപദേശങ്ങൾ നൽകി. അനന്തരം സൈനിക മേധാവിത്വത്തിന്റെയും നിയമനിർവഹണാവകാശത്തിന്റെയും പദവിമുദ്രകൾ ആചാരത്തിനനുസരിച്ച് അവരെ അണിയിച്ചു. അദ്ദേഹം ഭരതന്റെ മകനായ തക്ഷന് ദക്ഷിണരാജ്യത്തിന്റെയും ഭരതന്റെ രണ്ടാമത്തെ പുത്രനായ പുഷ്കരന് പുഷ്കരരാജ്യത്തിന്റെയും ആധിപത്യം നൽകി. അവർ ആ രാജ്യങ്ങളിൽ ശേഷിച്ചിരുന്ന രാക്ഷസരെ മുഴുവൻ നശിപ്പിച്ച് അവിടെ നല്ല ഭരണം നടത്തി. ലക്ഷ്മണന്റെ മക്കളായ ചിത്രകേതുവും ചിത്രാംഗദനും വലിയ പരാക്രമികളും യുദ്ധവിദഗ്ധന്മാരുമായിരുന്നു. അവർക്ക് വടക്കു പടിഞ്ഞാറൻ പ്രദേശത്തിന്റെ ആധിപത്യമാണ് നൽകിയത്. അവിടെയുണ്ടായിരുന്ന രാക്ഷസരെയെല്ലാം വകവരുത്തിക്കൊണ്ട് അവർ അവിടെ ഭരണം സ്ഥാപിച്ചു. വ്യത്യസ്തമായ പേരോടുകൂടിയ 2 നഗരങ്ങളുടെയും ആധിപത്യം അദ്ദേഹം അവരിലർപ്പിച്ചു. ആ 2 നഗരങ്ങളും അവരുടെ തലസ്ഥാനങ്ങളായി. രാഷ്ട്രീയവും ഭരണപരവുമായ അമൂല്യമായ ഉപദേശങ്ങളും അദ്ദേഹം എല്ലാ പുത്രന്മാർക്കും നൽകുകയുണ്ടായി. കുശൻ അയോധ്യാധിപതിയായി വാഴിക്കപ്പെട്ടു. ലവനെ ദണ്ഡകാരണ്യമായ ഉത്തർപ്രദേശത്തിന്റെ ആധിപത്യം ഏൽപ്പിച്ചു. ലവപുരം, ഇന്നത്തെ ലാഹോർ, അദ്ദേഹത്തിന്റെ തലസ്ഥാനമായിത്തീർന്നു. പശുക്കൾ, നിലങ്ങൾ, വസ്ത്രങ്ങൾ, പണം എന്നിവയും ഓരോരുത്തർക്കും രാമൻ പ്രത്യേകമായി ആവശ്യപോലെ നൽകുകയുണ്ടായി. രാമദേവൻ സ്വധാമത്തിലേക്ക് മടങ്ങാൻ ആലോചിക്കുകയാണെന്ന വാർത്ത അയോധ്യാവാസികളെല്ലാം അറിഞ്ഞു. അവർ ആയിരക്കണക്കിന് അദ്ദേഹത്തിന്റെ സന്നിധിയിലെത്തി തങ്ങളുടെ അപേക്ഷ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അവരെക്കൂടി ആ ദിവ്യമന്ദിരത്തിലേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു അപേക്ഷ. അത് ശരിയായ അപേക്ഷയാണെന്നും അതുപ്രകാരം ചെയ്യാമെന്നും രാമദേവൻ സമ്മതിച്ചു. അവർക്ക് സ്വാമിയോടുള്ള പ്രേമവും ഭക്തിയും അർപ്പണമനോഭാവവും കണ്ട് അവിടുന്ന് സന്തുഷ്ടനായി. ലക്ഷ്മണൻ അവരെയെല്ലാം നയിച്ചു.
കിഷ്കിന്ധാരാജ്യം അംഗദൻ നൽകി. ദേവാംശസംഭവരായ സുഗ്രീവൻ, ജാംബവാൻ, വിഭീഷണൻ, നളൻ, നീലൻ എന്നിവരും മറ്റുള്ളവരും രാമാവതാരത്തിന്റെ പൂർത്തീകരണത്തിനായി വന്ന കോടിക്കണക്കിനു വാനരന്മാരും ആ സമയത്ത് രാമസന്നിധിയിലെത്തി. രാമൻ അവരോട് കുശലപ്രശ്നം ചെയ്തു. എന്നിട്ടു പറഞ്ഞു, വിഭീഷണ, നിനക്ക് ലങ്കാരാജ്യത്തിൽ ഭരണം നടത്തേണ്ടതുണ്ട്. അതിനുശേഷം എന്റെ സാന്നിധ്യം ലഭിക്കും. അദ്ദേഹം വിഭീഷണനെ അങ്ങനെ അനുഗ്രഹിച്ചു. പിന്നെ ജാംബവാന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, ജാംബവാൻ, ദ്വാപരയുഗത്തിന്റെ അന്ത്യം വരെ ഭൂമിയിലുണ്ടാവും. അപ്പോൾ കൃഷ്ണനായി അവതരിച്ച് ഞാനും നീയുമായി ഒരു യുദ്ധമുണ്ടാവും. നീ അപ്പോൾ എന്നെ ഇന്നത്തെപ്പോലെ മനസ്സിലാക്കും. ജാംബവാനെ അദ്ദേഹം ആ വിധത്തിൽ അനുഗ്രഹിച്ചു. അനന്തരം അവിടുന്ന് സരയൂനദീതീരത്തേക്ക് നടന്നു. ഭരതൻ അദ്ദേഹത്തിന്റെ വലതുഭാഗത്തും ശത്രുഘ്നൻ ഇടതുഭാഗത്തും നടന്നു. പിന്നിലായി മന്ത്രിമാരും നഗരവാസികളും. അവർ സരയൂവിൽ പ്രവേശിച്ചതോടുകൂടി ഭരതൻ പ്രഭുവില് ലയിച്ചു. ശത്രുഘ്നൻ ജലം സ്പർശിച്ച് താമരയിൽ ശോഭിച്ച് പ്രഭുവില് ലയിച്ചു. അവതാരലീല അവസാനിപ്പിക്കവേ രാമദേവൻ അരുളി, ഈ പുണ്യഭൂമിയിൽ വരുന്നവർക്കും ഈ പുണ്യസരയൂനദിയിൽ സ്നാനം ചെയ്യുന്നവർക്കും എന്നിലെത്തിച്ചേരാനാവും.